السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. ഹാഫിദ് ഓതിയ ആയത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ഈ ആയത്തിലൂടെ എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? നമ്മളിൽ ഓരോരുത്തർക്കുമുള്ള വലിയ പ്രയാസങ്ങൾ, നമ്മൾ അതിന് സ്ട്രെസ്, ഡിപ്രഷൻ, ടെൻഷൻ എന്നൊക്കെ പറയും. ഇത്തരം മാനസിക പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും ഉണ്ടായിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടില്ലേ? ടെൻഷൻ ഉണ്ടായിട്ടില്ലേ? പ്രബോധന മേഖലയിൽ സ്ട്രെസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. നബിക്ക് മാത്രമല്ല, വിവിധ പ്രവാചകന്മാര് അത്തരം മേഖലയിലൂടെ കടന്നു പോയത്, അവർക്ക് അല്ലാഹു തആല കൊടുത്ത ഉപദേശം ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത്തരം ഒരു ആയത്താണ് ഹാഫിദ് ഓതിയത്. അല്ലാഹു പറയുന്നു, വലഖദ് നഅലമു, സത്യം തീർച്ചയായിട്ടും നമുക്കറിയാം, അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവര് പറയുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഡിപ്രഷൻ ഉണ്ട്, നിങ്ങൾ മാനസിക സമ്മർദ്ദം, ടെൻഷൻ കാരണം പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം നബിയെ. അതിന് ഒരേ ഒരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ടെൻഷനും ഈ സങ്കടവും ഈ മാനസിക സമ്മർദ്ദവും ഒക്കെ ഒഴിവാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് വർദ്ധിപ്പിക്കുക. തസ്ബീഹ് ചെല്ല, ഹംദ് ചെല്ല, അഥവാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് നിങ്ങൾ ചൊല്ലിക്കോളി. വകും മിനസ് സാജിദീൻ, മറ്റൊന്ന്, നിങ്ങൾ നിസ്കാരത്തിൽ മുഴുകുക. മനുഷ്യന്റെ പ്രയാസങ്ങളും മനുഷ്യന്റെ ഇത്തരം സ്ട്രെസ്സുകളുമൊക്കെ പോയി കിട്ടാൻ ഖുർആൻ പഠിപ്പിച്ച ഒരു മരുന്നാണ് തസ്ബീഹ് ചെല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചെല്ല. വകും മിനസ് സാജിദീൻ, നിങ്ങൾ നിസ്കരിക്കുന്നവരെ പെടുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഫസിഅ ഇലസ്സലാ, പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പോകും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാരന്നാൽ അതിന് പരിഹാരമാകും എന്നാണ് പറയുന്നത്. സമാനമായ സന്ദർഭത്തിലൂടെ മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞതും അതും ഇവിടെ ഓതി. എന്താ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു കൊലപാതകം ആരോപിക്കപ്പെടുന്ന സമയം. ആ സമയത്താണ് മൂസ നബിയെ ധിക്കാരിയും ഏകാധിപതിയുമായ ഫിർഔനിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, വയളീഖു സ്വദിരി വലാ യന്തലിഖു ലിസാനി, എനിക്ക് വലിയ ടെൻഷൻ ഉണ്ട്, വലിയ പ്രയാസമുണ്ട്, എന്റെ നാവ് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വഴങ്ങൂല. അതുകൊണ്ട് എന്റെ പ്രശ്നവും എന്റെ ഇപ്പോഴത്തെ ഈ പ്രയാസവും ഒഴിവായി കിട്ടാൻ എനിക്കൊരു പരിഹാരം വേണം. ഫഅർസിൽ ഇലാ ഹാറൂൻ, എന്റെ കൂടെ ഹാറൂനെയും കൂടി നിർത്തണം. ടെൻഷനും ഡിപ്രഷനൊക്കെ ഒഴിവാവാനാണ് ഒരു യഥാർത്ഥ ഫ്രണ്ട്, നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന, കുട്ടികളുടെ ഭാഷയിൽ പറയുന്ന ചങ്കായി നിൽക്കുന്ന, ബെസ്റ്റിയായി നിൽക്കുന്ന, ക്ലോസ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാം എന്നതിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഫഅർസിൽ ഇലാ ഹാറൂൻ. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഉഷ്തുദ് ബിഹി, അദ്ദേഹത്തെ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ശക്തിപ്പെടുത്തണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇത്തരം ഈ പ്രയാസങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒഴിവായി കിട്ടാൻ
ഒന്ന് തസ്ബീഹ് ചെല്ലുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക, നിസ്കാരത്തിൽ മുഴുകുക, അതുപോലെ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുക. ഇതൊക്കെയാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവർക്ക് കാതുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനത്തെ കാതുകൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾ, ഇപ്പൊ അതാണ് പ്രശ്നം, എല്ലാരെ കയ്യിലും മൊബൈലാണ്, സോഷ്യൽ മീഡിയയിൽ വ്യാപൃതരാകുകയാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് കാതുകൊടുക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. അത്രയും ആളുകളെ ഖുർആൻ ആക്ഷേപിക്കുന്നുണ്ട്. വലാ തകൂനു കല്ലദീന ഖാലു സമിഅനാ വഹും ലാ യസ്മഊൻ. ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വിഷയം ശ്രദ്ധിക്കാത്ത ആളുകൾ, അവരെ പോലെ നിങ്ങൾ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ് അസ്സുമുൽ ബുക്മു അല്ലദീന ലാ യഖിലൂൻ. അള്ളാന്റെ അടുക്കല് ഏറ്റവും വലിയ മോശക്കാരാണ് പറഞ്ഞാൽ അതിന് കാതു കൊടുക്കാത്ത ആളുകൾ, പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാത്ത ആളുകൾ. നമ്മുടെ ഒരു വിഷയം, നമ്മുടെ ഒരു പ്രശ്നം മറ്റുള്ളവരുമായി നമ്മൾ പങ്കിടുമ്പോൾ അതിന് നമ്മൾ കാതു കൊടുക്കണം, ചെവി കൊടുക്കണം. അല്ലാത്തത് അവിശ്വാസികളുടെയും കപടന്മാരുടെയും സ്വഭാവമാണ്. വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച് പറയുന്നുണ്ട്, യജ്അലൂന അസാബിഅഹും ഫി ആദാനിഹിം. അവര് ചെവിടിൽ കൈവെക്കുന്ന ആളുകൾ, പറയുന്നത് കേൾക്കാത്ത ആളുകൾ. അപ്പൊ അത് പറ്റൂല. ആശയവിനിമയം അതിനു വേണ്ടി വെച്ചതാണ്. കമ്മ്യൂണിക്കേഷൻ മനുഷ്യന്റെ വലിയ നിഅമത്തായിട്ട് അല്ലാഹ് പറഞ്ഞതാ. അല്ലമഹുൽ ബയാൻ, ഖലഖൽ ഇൻസാൻ. മനുഷ്യനെ നമ്മൾ പടച്ചു. അല്ലമഹുൽ ബയാൻ, അവനക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ് കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് കേൾക്കണം. അത് കേൾക്കാത്തവരെ ഖുർആൻ വിമർശിക്കുന്നുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്ത് ഇവിടെ ഓതിയത്, അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളും അതേപോലെ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് ആളുകളുടെ നിയമത്തിലേക്ക് നോക്കുക. ഓരോരുത്തരുടെ വീട്, അവരുടെ ഭാര്യ, അവരുടെ വാഹനം, മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ, അത് നോക്കിയിട്ട് എനിക്ക് അങ്ങനത്തത് കിട്ടിയില്ലല്ലോ, അവന്റെ ജോലി, അവന്റെ ശമ്പളം, ഇതൊന്നും നോക്കരുത് എന്നാണ് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, വലാ തമുദ്ദന്ന ഐനൈക, നിങ്ങളുടെ കണ്ണുകൾ നീണ്ടു പോകണ്ട, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, മറ്റുള്ളവർക്ക് കൊടുത്ത ഇണകൾ, അതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്ത സൗകര്യങ്ങൾ, അത് നമ്മൾ അവർക്കൊരു സൗകര്യമായി ചെയ്തു കൊടുത്തതാണ്, അതിലേക്ക് നിങ്ങളെ കണ്ടു പോകണ്ട. ലിനഫ്തിനഹും ഫീഹി, അതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് അതൊക്കെ കൊടുത്തത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, ഇതേ ആയത്ത് കൊണ്ടുവന്നിട്ട് അവസാനം പറയുന്നു, വലാ തഹ്സൻ അലൈഹിം, അതൊന്നും നിങ്ങൾക്കില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കണ്ട. അവരുടെ ജോലി, അവരുടെ കാറ്, അവരുടെ ശമ്പളം, അവരുടെ വിവിധ സൗകര്യങ്ങൾ, അത് അവർക്കൊരു പരീക്ഷണമായിട്ട് അള്ളാഹു കൊടുത്തതാണ്. അത് നിങ്ങൾക്കില്ലാത്തതിന്റെ പേരിൽ വലാ തഹ്സൻ അലൈഹിം, അതൊന്നും നിങ്ങൾക്കില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കണ്ട. വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ, അള്ളാഹു നിങ്ങൾക്ക് തന്നത് അതാണ് നിങ്ങൾക്ക് ഖൈറ്, അതാണ് നിങ്ങൾക്ക് എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സൗകര്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ നീണ്ടു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അവരവരുടെ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ നമ്മൾ നോക്കരുത്. അത് നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആഖിറുസ്സമാൻ വന്നാൽ, ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരാനുണ്ട്, അന്ന് യകൂനു ഹലാഖുർ റജുലി ബിയദി സൗജത്തിഹി വവാലിദൈഹി, ഒരു മനുഷ്യന്റെ മരണം അവന്റെ ഭാര്യയുടെ കൈക്കായിരിക്കും, അവന്റെ മക്കളുടെ കൈക്കായിരിക്കും. എന്താണ് ഈ മക്കളും ഭാര്യയും ചെയ്യുന്നത്? യുക്കല്ലിഫൂനഹു മാലാ യുതീഖ്, ഇവനക്ക് കഴിയാത്തത് കൊണ്ട് ഇവനെ പ്രചോദിപ്പിക്കും,
ഇവനെ മാക്സിമം കഷ്ടപ്പെടുത്തും സമ്പത്ത് ഉണ്ടാക്കാൻ. വയുഅയ്യിറൂനഹു ബിൽ ഫഖർ. നിങ്ങളടുത്ത് എന്താ ഉള്ളത്? നിങ്ങളടുത്ത് എന്താ? പൈസ ഇല്ലേ? അപ്പുറത്തെ ആള് കണ്ടില്ലേ? ആ പുതിയാപ്പള കണ്ടില്ലേ? ഇദ്ദേഹം ഗൾഫിൽ പോയിട്ട് എന്തെല്ലാം നേടി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കഴിയാത്ത രൂപത്തിൽ അധ്വാനിപ്പിക്കാനും അങ്ങനെ അവനെ ആക്ഷേപിച്ച് ആ ഭാര്യയുടെയും മക്കളുടെയും കൈക്കായിരിക്കും അവന്റെ ഹലാക്കുണ്ടാകുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ ആണുങ്ങൾ എത്രയാ കഷ്ടപ്പെടുന്നത്? പണിയെടുത്ത് അതുപോലെ സൈഡ് ബിസിനസ്സായി പലതും തുടങ്ങി എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് എടുത്ത് ഓവർ ടൈം അധ്വാനിച്ചാണ് മനുഷ്യൻ പണമുണ്ടാക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ പണമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് മക്കളാണ്, ഭാര്യമാരാണ്. അവരുടെ കൈക്കായിരിക്കും ഒരു മനുഷ്യന്റെ ഹലാക്ക് ഉണ്ടാകുക എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഖുർആൻ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്, അത് ആലോചിക്കണം. ലാ തഅക്കുലു അംവാലക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കരുത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. വലാ തഖ്തുലു അൻഫുസക്കും. നിങ്ങൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഖുർആൻ പറയുകയാണ് വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ ശരീരങ്ങളെ കൊല്ലരുത് എന്ന്. ആയത്ത് നേരെ വിലയിരുത്തിയാൽ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. തഫ്സീറുകളിൽ കണ്ടിട്ടില്ല. ആയത്ത് അത് രണ്ടും അടുപ്പിച്ചിട്ടാണ് പറയുന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിക്കരുത്, നിങ്ങൾ നഫ്സുകളെ, ശരീരങ്ങളെ കൊല്ലരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി ഫീ നാരി ജഹന്നം. ഒരാൾ എങ്ങനെയാണോ അവന്റെ ശരീരത്തെ കൊന്നത് അതേപോലെ തന്നെയായിരിക്കും ആഖിറത്തിൽ അവന്റെ ശിക്ഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇവിടെ കഴിഞ്ഞ ആഴ്ച മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന 2 വാർത്ത. 2 പേര് ആത്മഹത്യ ചെയ്തു. 2 പേരും മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവരാണ്. ഏറ്റവും സ്ട്രെസ്സായിട്ട് ജോലി ചെയ്യുന്നവര് അവരാണ് എന്നാണ് പറയുന്നത്, മെഡിക്കൽ ഫീൽഡിലുള്ളവര്. 50 ലക്ഷം മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടറാണ് എറണാകുളം ഹോസ്പിറ്റലിൽ ആത്മഹത്യ ചെയ്തത്. 50 ലക്ഷം മാസത്തിൽ, 50 ലക്ഷം, 6 കോടിയോളം വാർഷിക വരുമാനം ആ നിലക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത്. ഒരു മെഡിക്കൽ പ്രൊഫഷനിലെത്താൻ എത്ര കഷ്ടപ്പെടണം, ഭഗീരയത്നം നടത്തണം, രാപ്പകൽ അവിശ്രമ പരിശ്രമം നടത്തിയാലേ ഒരാൾക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ ജോലി കിട്ടുള്ളൂ. എന്നിട്ടാണ് അവര് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഡിപ്രഷൻ, ഈ സ്ട്രെസ്, ഇതെല്ലാം പോകാൻ ഖുർആൻ നിർദ്ദേശിച്ച ഒരേ ഒരു വഴിയാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അധികരിപ്പിക്കുക, നിങ്ങൾ ഇലാഹി ബോധം, ദൈവചിന്തയിൽ കഴിയുക, മരണം വരെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക. ഇതാണ് ഖുർആൻ നിർദ്ദേശിച്ച പരിഹാരം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. IT-യിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.